respectfully debate our differences, and whenever possible, to seek common ground. And if common ground is not possible, dignity demands that we remain true to our convictions without contempt for those who hold convictions of their own. Let me make one final plea, Mr. President. Millions have put their trust in you. And as you told the nation yesterday, you have felt the providential hand of a loving God. Democratic, Republican, and independent families, some who fear for their lives. And the people who pick our crops and clean our office buildings, who labor in poultry farms and meat packing plants, who wash the dishes after we eat in restaurants and work the night shifts in hospitals, അമേരിക്കയിലെ വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രൽ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വൈസ് പ്രസിഡന്റ് വാൻസിനും കുടുംബാംഗങ്ങൾക്കും ഒപ്പം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുത്തു. പള്ളിയിലെ പ്രഭാഷണത്തിൽ കുടിയേറ്റക്കാരോടും ട്രാൻസ്ജെൻഡറുകളോടും കരുണ കാണിക്കണം എന്ന് എപ്പിസ്കോപ്പൽ ബിഷപ്പ് മരിയൻ എഡ്ഗർ ബെഡിക് ഉപദേശിക്കുന്നു. ഉപദേശം രസിക്കാത്ത ട്രംപിൻ്റെ മുഖഭാവങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മരിയൻ പ്രസംഗിക്കുമ്പോൾ ട്രംപും വാൻസും അനിഷ്ടത്തോടെ മുഖം ചുളിക്കുന്നുണ്ടായിരുന്നു. ട്രംപിൻ്റെ ദേഷ്യം ആ മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവം എന്ത് എന്നറിയാൻ ആകാംക്ഷയോടെ നോക്കുന്ന വാൻസിനെയും ദൃശ്യങ്ങളിൽ കാണാം. ഉപദേശിച്ച പുരോഹിതയെ ട്രംപ് പിന്നീട് അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിയമം കോൺഗ്രസ് പാസാക്കി കഴിഞ്ഞു. മോഷണക്കുറ്റത്തിനോ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റത്തിനോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർ വിചാരണ പൂർത്തിയാക്കും വരെ ജയിലിൽ കഴിയേണ്ടി വരും. അതേസമയം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കാനുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ നടപടിയോട് തുറന്ന മനസ്സാണ് എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. അധികാരം ഏൽക്കും മുമ്പ് തന്നെ ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണയ്ക്ക് കാരണം തൻ്റെ വിജയമാണ് എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ യുക്രൈനുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ അധിക നികുതി, തീരുവ ചുമത്തൽ അടക്കമുള്ള സാമ്പത്തിക നിയന്ത്രണ നടപടികൾ ഉണ്ടാകും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനിടെ ഹൂതി വിമതരെ വീണ്ടും തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ട്രംപിൻ്റെ കാട്ടിക്കൂട്ടലുകളോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിദേശകാര്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ അജിത് കുമാർ സാമ്പത്തിക വിദഗ്ധൻ, ശ്രീ മിഥുൻ വിജയകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം ശ്രീ വിൻസെൻ്റ് സേവ്യർ പാലത്തിങ്കൽ, അദ്ദേഹം ട്രംപ് അനുഭാവി കൂടിയാണ്. ഈ ചർച്ചയിൽ അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുകയുമാണ്. ആദ്യം ശ്രീ വിൻസെൻ്റ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ മാനറിസം എന്നത് നേരത്തെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇതാ ട്രംപ് ചുമതലയേറ്റ് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അന്ന് തന്നെ അദ്ദേഹം, അതായത് ചുമതലയേൽക്കുന്ന വേളയിലടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ എന്ന നിലയിൽ, അവിടെയാണ് ട്രാൻസ്ജെൻഡറുകൾ എന്നൊരു വിഭാഗത്തെ അംഗീകരിക്കാനാവില്ല എന്ന ട്രംപിൻ്റെ നിലപാട് വ്യക്തമാകുന്നത്. കുടിയേറ്റക്കാർക്കെതിരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, നടപടികൾ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം പറഞ്ഞതാണ്. ഇവിടെ ഇതാ ഒരു പുരോഹിത പ്രാർത്ഥനാ ചടങ്ങിൽ ഇതിൽ അനുഭാവപൂർണമായ നടപടി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനറിസം എന്ത് എന്നത് എല്ലാ പ്രേക്ഷകർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഒരുപക്ഷെ നമുക്കറിയാം, ഈ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം ഒന്നും ആകണമെന്നില്ല ഇവിടെ ഒരു മതപുരോഹിതനെയൊക്കെ ഈ മട്ടിൽ വിമർശിച്ചാൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അവിടുത്തെ ഒരു പൾസ്, അതായത് അമേരിക്കൻ ജനതയുടെ വികാരം എന്താണ് ഇത്തരം പ്രതികരണങ്ങളിൽ? ഈ മതപുരോഹിതയുടെ കാര്യം പറയുമ്പോൾ അമേരിക്കൻ ജനത നമ്മുടെ ഇന്ത്യൻ ജനതയെ പോലെ ഈ മതങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബൈനറി ടൈപ്പ് റിലേഷൻഷിപ്പ് അല്ല. അവിടെ നമുക്ക് ആയ 3 റിലീജിയൻസേ ഉള്ളൂ മെയിനായിട്ട്. ഇവിടെ അങ്ങനെയല്ല. ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഡിവൈഡഡ് ആണ്. ഒത്തിരി സെക്ഷൻസും ഒത്തിരി ബ്രാഞ്ചസും അതിനുണ്ട്. ഈ മരിയൻ എന്ന് പറയുന്ന ബിഷപ്പ് വളരെ ഒരു നോൺ ലെഫ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്.
ഇപ്പൊ ജോർജ് ഫ്ലോയിഡിന്റെ സമയത്തൊക്കെ വളരെ നിശിതമായിട്ട് ട്രംപിനെ വിമർശിക്കുകയും ട്രംപിനെ എഴുതി തള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബിഷപ്പാണ്. അപ്പൊ ഇവിടെ ഈ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബിഷപ്പുമാരെ പോലെ വളരെ കെയർഫുൾ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ല. ട്രംപിനെയൊക്കെ പോലെ തന്നെ സംസാരിക്കുന്ന ബിഷപ്പുമാർ ഇവിടെ ഉണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ഈ മരിയൻ എന്ന് പറയുന്ന ബിഷപ്പ്. അപ്പം മരിയൻ എന്ന് പറയുന്ന ബിഷപ്പ് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു വിലയെ അമേരിക്കൻ ജനതയ്ക്ക് അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉള്ളൂ. ബിക്കോസ് ഷീ ബിലോങ്സ് ടു എ very small group of people. There are so many other Christian congregations. There are so many church-related organizations standing behind church solidly. ഇപ്പൊ ബ്ലാക്ക് അമേരിക്കൻസിന്റെ ഒക്കെ സപ്പോർട്ട് ട്രംപിന് കൂടുതൽ കിട്ടിയത് ചർച്ചുകൾ വഴിയാണ്. ചർച്ച് ഗ്രൂപ്പുകളുള്ള ബ്ലാക്ക് ഗ്രൂപ്പുകളാണ് ട്രംപിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത് ഈ പ്രാവശ്യം. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബിഷപ്പ് വളരെ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷേ അതിനകത്തുള്ള കോൺട്രവേഴ്സി ഈ ട്രംപ് സ്ഥാനമേറ്റ ശേഷം ആദ്യമായിട്ട് നാഷണൽ കത്തീഡ്രലിൽ ചെല്ലുമ്പോൾ ഈ ബിഷപ്പ് തന്നെ സംസാരിക്കണമായിരുന്നോ, ഈ ബിഷപ്പ് തന്നെ പ്രസംഗം പറയണമായിരുന്നോ എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു കോൺട്രവേഴ്സി. അപ്പൊ അത് അങ്ങനെ ചെയ്ത അല്ലാതെ അതിന് സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചാണ് ആൾക്കാർക്ക് ഇതിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ആൾക്കാരുടെ കംപ്ലയിന്റ്. ഒരു പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ ഉടനെ ചർച്ചിലേക്ക് ചെല്ലുന്ന ആളുടെ പോളിസികളെ നിശ്ചിതമായിട്ട് വിമർശിക്കുക. പോളിസികളെ വിമർശിച്ചിട്ടാണല്ലോ ഈ ഇലക്ഷൻ നടന്നത്. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പോളിസികളാണ്. ഇപ്പം ബോർഡറിലെ കാര്യമാണെങ്കിലും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ആണെങ്കിലും ഇതെല്ലാം അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ മാസങ്ങളായിട്ട് പ്രചരണം നടത്തിയ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് പിന്നെ ഒരു ബിഷപ്പ് കയറി സ്റ്റേജിൽ കയറി പറയേണ്ട ആവശ്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് പുള്ളി അധികാരമേറ്റ ശേഷം. അപ്പൊ അതൊരു ഒരു രീതിയിലും ട്രംപിനെ അത് ബാധിച്ചിട്ടില്ല. പിന്നെ ഈ ട്രംപ് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണോ എന്നുള്ള ചോദ്യത്തിന് ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നതെല്ലാം വളരെ ലോജിക്കലായിട്ടുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു രീതിയിലാകുമ്പോൾ നമ്മൾ ഇന്ത്യയിലിരുന്നും വേറെ രാജ്യങ്ങളിലിരുന്നും നോക്കി കാണുമ്പോൾ അത് നമുക്ക് ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നും. ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ആയാലും ഇതൊന്നും ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അമേരിക്കയിൽ നടപ്പാക്കിയത് ഈ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെയോ അല്ലെങ്കിൽ മറ്റു വിസയിൽ വരുന്ന ആൾക്കാരുടെയോ മക്കൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ അതിന്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കണം. അതായത് അല്ല, ഞാൻ ഇന്ന് ഈ ആർട്ടിക്കിളുകൾ വായിക്കുമ്പോൾ എനിക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലുള്ള താങ്കളോട് ഈ സംശയങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ, ഗർഭിണികളായ സ്ത്രീകൾ നേരത്തെ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രികളെ സമീപിക്കുന്നു എന്നൊരു ആർട്ടിക്കിൾ ഞാൻ ഇന്ന് വായിച്ചിരുന്നു. അതായത് ഫെബ്രുവരിക്ക് മുമ്പ് പ്രസവം നടക്കണം, അതിനുവേണ്ടി ആശുപത്രികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതാകട്ടെ ആശുപത്രിക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. പലരും മാസം തികയാതെയൊക്കെ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അവിടെ ഇത്തരം സിറ്റിസൺ, അതായത് പുറം രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന മക്കൾക്ക് അവിടുത്തെ പൗരത്വം ലഭിച്ചേക്കില്ല എന്നൊരു ആശങ്കയുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ആശങ്കയുണ്ട്, അത് ശരിയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പാസ്സാക്കിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ അത് ഡെഫിനറ്റ്ലി നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യപ്പെടും. ഒട്ടനവധി സ്റ്റേറ്റുകൾ ഓൾറെഡി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഏത് ഫോമിലുള്ള ആക്ഷൻ ആയിരിക്കും, അല്ലോ അത് മുഴുവനായിട്ട് തന്നെയോ നടപ്പാകുമോ, എന്തെങ്കിലും നടപ്പാകുമോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ ഒരു റീസണിംഗിലേക്ക് എല്ലാവരുടെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ എനിക്കൊന്നും കൂടി ഇടപെടേണ്ടി വരുന്നത്, താങ്കൾ ഈ സൂചിപ്പിച്ചു, ഇപ്പോൾ നാഷണൽ കത്തീഡ്രലിൽ എത്തുമ്പോൾ ആരാണ് പ്രസംഗിക്കേണ്ടിയിരുന്നത് എന്നത് സംബന്ധിച്ചാണ്. അവരുടെ ആ സംസാരത്തിൽ എത്രയോ ലാളിത്യം, എനിക്കറിയാവുന്ന തരത്തിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും അത് അമേരിക്കൻ ആക്സെൻറ്റിലൊക്കെ ആയതുകൊണ്ട് എങ്കിൽ പോലും എത്ര ഭവ്യമായി മിസ്റ്റർ പ്രസിഡന്റ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന, എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി നേരിടുന്ന ഒരു പ്രശ്നമാണിത് എന്ന് പറയുമ്പോൾ അനുഭാവപൂർണമായ നിലപാടെടുക്കണമെന്ന് പറയുന്നതും അവിടെ തന്നെയല്ലേ വിൻസെന്റ്? അതായത് അവർ പറഞ്ഞത് സത്യമല്ലല്ലോ. രാഷ്ട്രീയപരമായിട്ട് അവരുടെ വീക്ഷണമല്ലേ അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് അല്ലല്ലോ പറഞ്ഞത്. എന്താണ്, അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വിഭാഗങ്ങൾ, കുടിയേറ്റക്കാർ ആയിട്ടുള്ള ആളുകളോട് കുറച്ചുകൂടി കരുണ കാണിക്കണം, അതായത് കടുത്ത നിലപാടുകളിലേക്ക് പോകരുത് എന്ന് പറയുമ്പോഴാണ് ആ അനിഷ്ടം വളരെ പ്രകടമാകുന്നത്. അവിടെ വൈസ് പ്രസിഡന്റ് കൃത്യമായി ട്രംപിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം താങ്കൾ ഉപയോഗിച്ച അതേ ഭാഷയിൽ തന്നെയാണ്, അതായത് ബിഷപ്പ് എന്ന് പറയപ്പെടുന്ന അവർ എന്നാണ് പിന്നീട് പ്രതികരിച്ചത് ട്രംപ്. അല്ല, നിയമം നടപ്പാക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരോട് നമ്മൾ അനുകമ്പ കാണിക്കുക എന്നുള്ളത് നിയമത്തിന്റെ തീരുമാനമാണ്. ശരി, നിയമം അതനുസരിച്ചാണല്ലോ. അല്ല, അവിടെയാണല്ലോ താങ്കളടക്കം, താങ്കൾക്ക് സംശയമുള്ളത് ഈ കുറ്റകൃത്യം ചെയ്തവർ മാത്രമാണോ ഈ പട്ടികയിലേക്ക് വരികയുള്ളൂ എന്നുള്ള ഒരു സംശയം താങ്കൾക്കുമില്ലേ? ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്തവരായിരിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും ഡേ ടു ഡേ ബേസിസിൽ ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മൾ ഇവരുടെ എല്ലാം സർവീസ് ഉപയോഗിക്കുന്ന ഒത്തിരി ഇല്ലീഗൽ ഏലിയൻസ് ഇവിടെ ഉണ്ട്. വളരെ നല്ല മനുഷ്യർ, ഒരു കുറ്റവും ചെയ്യാതെ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്ന ഒത്തിരി നല്ല മനുഷ്യർ ഇവിടെ ഉണ്ട്. അവരാരും ഇവിടെ നിന്ന് ഓടിപ്പോണമെന്നോ അല്ലെങ്കിൽ പറഞ്ഞു വിടണമെന്നോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ അവർ കുറ്റം ചെയ്തു, നിയമം ലംഘിച്ചു എന്നത് സത്യമാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കോടതികളുടെ നിയമവും അല്ലേ തീരുമാനിക്കേണ്ടത്, ബിഷപ്പോ പ്രസിഡന്റോ അല്ലല്ലോ. അപ്പം അവരെ
ഈ നിയമം ലംഘിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ബൈഡൻ കമല ഫിലോസഫിയാണ് ഈ 12 മില്യൺ ആൾക്കാരെ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. പല സ്ഥലങ്ങളിലും വളരെ ഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അവർ ചെയ്യുന്നു. അവർ മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നതിനല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഫോറിൻ ആൾ വന്ന് ചെയ്യുന്ന സാധനമാണ് ടെററിസം ആവുന്നത്. അതേ വെടിവെപ്പ് അമേരിക്കയുടെ ഒരാൾ ചെയ്യുമ്പോൾ ആരും ടെററിസം എന്ന് വിളിക്കാറില്ല, റൈറ്റ്? അപ്പൊ അതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ക്രിമിനൽസിനെ ആദ്യമായിട്ട് അയച്ച് തിരിച്ചയക്കാനുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞു. അതിനുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ചെയ്ത കുറ്റകൃത്യത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ കുറ്റകൃത്യം ചെയ്താൽ നമുക്ക് അവരുടെ അനുകമ്പ ഉണ്ടാവും. പക്ഷെ കുറ്റം ചെയ്താൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ അവർ ഊരിക്കൊണ്ടു പോരാൻ നമ്മൾ ശ്രമിക്കുന്നത് ന്യായമല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവരോടുള്ള അനുഭാവം ഉള്ളപ്പോൾ തന്നെ ഇവര് നിയമം തെറ്റിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അപ്പൊ അതിനുള്ള ശിക്ഷ നിയമപരമായിട്ട് എന്താണോ അത് പ്രസിഡന്റോ ബിഷപ്പോ അല്ല തീരുമാനിക്കുന്നുണ്ട്, അമേരിക്കൻ നിയമമാണ് തീരുമാനിക്കേണ്ടത്. ആ നിയമം കണ്ണടയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഓർഡർ ഉണ്ടാവില്ല, അനാർക്കി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ രാജ്യത്തിന് നിലനിൽപ്പുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മിഥുൻ, താങ്കൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടി കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ടാണ് ഞാൻ അടുത്തത് താങ്കളിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദിയുമായി രാഷ്ട്ര നേതാക്കൾക്കപ്പുറത്തുള്ള ഒരു സൗഹൃദം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നത് നമുക്ക് കഴിഞ്ഞ ടേമുകളിൽ നിന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത്തവണ അദ്ദേഹം അധികാരത്തിലേറിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കുടിയേറ്റം, അനധികൃത കുടിയേറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഈ H1B വിസ ഇപ്പോൾ തന്നെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെയാണ് വിദേശകാര്യമന്ത്രി പറയുന്നത് ഇതിനെ തുറന്ന മനസ്സോടെയുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നത്. യഥാർത്ഥത്തിൽ വലിയ ആശങ്ക ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശ്രീ മിഥുൻ? നോക്കൂ അഭിലാഷ്, H1B വിസയും അനധികൃത കുടിയേറ്റവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതെ. ഇന്ന് ഞാനൊരു ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വായിക്കായിരുന്നു. അതിൽ 18,000-ഓളം അനധികൃത ഇന്ത്യൻസ് ആണ് അമേരിക്കയിലുള്ളത്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കും എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല, ഈ പറയുന്ന അനധികൃതമായിട്ട് അമേരിക്കയിലുള്ള ഇന്ത്യൻസ് എന്ന് പറയുന്നത് വെറും 3%. അപ്പം ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് സിറ്റുവേഷനിലേക്കുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അപ്പം അതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ H1B വിസ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രീൻ കാർഡ് ഇഷ്യൂ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം അതിലൊക്കെ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്. കുറച്ചുകൂടെ എന്താ പറയാ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പം അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ H1B വിസയൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക്, സ്റ്റുഡന്റ് വിസയൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അതിലൊരു ഡിലേ, ആ പ്രോസസ്സിൽ ഡിലേ വരും. കാരണം അത് കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആവാൻ പോകുന്നു ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ അത് ഒരു പക്ഷേ അവരെ ബാധിച്ചേക്കാം. പക്ഷെ ആസ് സച്ച് അതൊരു എന്താ പറയുക, ഈ H1B വിസക്കാരെ ഇല്ലീഗൽ ഇമിഗ്രേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വിസ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആവാൻ സാധ്യതയുണ്ട്. അതൊരു ഫാക്ടാണ്. അതിനപ്പുറത്ത് ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? ഭയപ്പെടേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം. മാത്രമല്ല, അവരുടെ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ബാധിക്കുന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ആസ് സച്ച് H1B വിസ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സിനെ ഇത് ബാധിക്കാൻ പോകുന്ന ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ഈ പ്രോസസ് ഡിലേ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ അവിടേക്കുള്ള ഒരു എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു പക്ഷേ ഇന്ത്യൻസ് ഒരു പക്ഷേ ഭയപ്പെടേണ്ട ഒരു കാര്യമുള്ളത്. കാരണം ഈ ഡിലേ, പ്രോസസ് ഡിലേ ആണ് അവിടുത്തെ ഒരു വലിയ ഇഷ്യൂ. ശരി, ഡോക്ടർ മുഹമ്മദ് വർഗീസ്, നിരവധിയായ വിഷയങ്ങളുണ്ട്. ഹൂതി വിമതരുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം അദ്ദേഹം സൗദി അറേബ്യയുമായി നടത്തുന്ന ആശയവിനിമയം, അതിനൊക്കെ അപ്പുറത്ത് റഷ്യക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ നിന്നേ തുടങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ആദ്യം കടന്നത്. ഇവിടെ ഇതാ H1B വിസ ഉപയോഗിക്കുന്നവരിൽ ഏതാണ്ട് 70% ആളുകൾ ഇന്ത്യൻ ജനതയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മിഥുൻ പറഞ്ഞതനുസരിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകാം. ഈ IT മേഖലയിൽ നിന്ന് അടക്കം ഇപ്പോൾ തന്നെ വലിയ ആശങ്കയുണ്ട്. വിപ്രോയും ഇൻഫോസിസും ഒക്കെ ആശങ്ക പങ്കുവെക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെയാണ് ട്രംപ് വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ വംശജരെ അടക്കം നിയമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പോളിസി അഡ്വൈസറായി ശ്രീരാം കൃഷ്ണനെയാണ് അദ്ദേഹം നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ അനധികൃത കുടിയേറ്റം എന്ന് തന്നെ പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ഒന്നാണോ ഇപ്പോഴും? അതായത് ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 460 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മെക്സിക്കൻ അതിർത്തിയിലേക്ക് 1500 സൈനികരെ അയച്ചു കഴിഞ്ഞു എന്നുള്ളതുമാണ് വിവരം. ശ്രീ അഭിലാഷ്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി പോകുന്നവരിൽ സിംഹഭാഗവും യഥാർത്ഥത്തിൽ യാത്രാരേഖകളുമായി
പ്രോപ്പർ ചാനലിലൂടെ തന്നെയാണ് പോകുന്നത്. അതിൽ തന്നെ നല്ലൊരു ഭാഗം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും അമേരിക്ക എന്ന രാജ്യത്തെയും താങ്ങി നിർത്തുന്ന ബ്രെയിനാണ് യഥാർത്ഥത്തിൽ വിദേശത്തു നിന്നും വരുന്ന ഈ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അവർ കടന്നു വരുന്നതിനെ ട്രംപ് ഒരിക്കലും എതിർത്തിട്ടില്ല. നിയമവിധേയമായി അവരവിടെ എത്തുന്നു. അവരാണ് അമേരിക്കയ്ക്ക് ഊർജ്ജം നൽകുന്ന, അമേരിക്കൻ ഇക്കോണമിക്ക്, അമേരിക്കയുടെ മൊത്തം വ്യവസ്ഥയ്ക്ക് ഊർജ്ജം നൽകുന്നവർ. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെടുത്തുമ്പോൾ H1B വിസക്കാരാകട്ടെ, അല്ലെങ്കിൽ താൽക്കാലിക ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരാകട്ടെ, അല്ലെങ്കിൽ ആശ്രിത വിസ H4 വിസ, അത് ആശ്രിതർക്കുള്ള വിസയാണ്. ആ വിസയിൽ അമേരിക്കയിൽ എത്തുന്നവർ അവർ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് മക്കളുണ്ടാകുന്നു. അങ്ങനെ വന്നാൽ ആ ബർത്ത് റൈറ്റ് നിയമം അവിടെ ബാധകമാകുകയാണ്. അതായത് 14ാമത്തെ അമെൻമെൻറ്റിലൂടെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 14th അമെൻമെൻറ്റിലൂടെ ഇങ്ങനെ അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന ഒരാൾക്ക് മാത്രമേ ഒരാൾക്ക് സ്വാഭാവികമായി അമേരിക്കൻ പൗരനാകാൻ സാധിക്കും. അത് അപ്പനോ അമ്മയോ പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ അമേരിക്കൻ പൗരനായിരിക്കണം. അത് ന്യായമായൊരാവശ്യം തന്നെയാണത്. പക്ഷേ ആ ഒരു കാര്യം കർശനമായി ഇത്രയും കാലം പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതിൻ്റെ പ്രധാന കാരണം ആ ഒരു 14th അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ശ്രീ വിൻസെൻ്റ് പാലത്തെങ്കിൽ അത് പറയുകയും ചെയ്തു. അതായത് അതൊരു അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നൊരു കാലത്ത് അടിമകളുടെ മക്കൾക്ക് അവിടെ പൗരത്വം ലഭിക്കണം എന്നതുകൊണ്ടാണ് ഒരു പുരോഗമന ആശയം എന്ന നിലയിലാണ്. ഇപ്പോഴങ്ങനെയല്ല. മെച്ചപ്പെട്ട അവസരം തേടി പോവുക, അമേരിക്കയിലേക്ക് കുടിയേറണമെന്ന് നിർബന്ധമായി പോകുകയാണ്. അപ്പോൾ ആ ഒരു ഇതിലെ അമേരിക്കയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വിദേശ കുടിയേറ്റം അമേരിക്കയെ ബാധിക്കുന്നു എന്നത് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആരോപണമായിരുന്നു. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് താനും. അതിന് ലഭിച്ച മാൻഡേറ്റ് ആണ്. അതുകൊണ്ട് ട്രംപിന് പ്രവർത്തിച്ചേ മതിയാകൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു ശരാശരി രാഷ്ട്രീയക്കാരനല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ബിസിനസ് ടൈക്കൂണാണ്. അദ്ദേഹത്തിന് വേറിട്ട വഴികളാണ്. അദ്ദേഹം ഒരിക്കലും അപ്പോളജറ്റിക് അല്ല. നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയം, ഈ വൈദിക ബിഷപ്പുമായി ബന്ധപ്പെട്ട വിഷയവും, ഒരു ശരാശരി രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ സംസാരിക്കൂ. ഒരു ബിഷപ്പിനെതിരെ ഒന്നും പെട്ടെന്ന് ഒരു പ്രതികരണമൊന്നും സാധാരണ ഒരു രാഷ്ട്രീയക്കാർ ഇന്ത്യയിൽ പോലും ഒരിക്കലും നടക്കില്ല. പക്ഷേ ട്രംപ് ആയതുകൊണ്ടാണ് അത് നടക്കുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് ട്രംപ് പറയുന്നത് പ്രവർത്തിക്കുമെന്ന ഇമേജ് പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് കുടിയേറ്റ വിഷയം വന്നപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ ആ ഗ്രേറ്റ്നസ് ഈസ് ടു ബി ബിൽറ്റ് ബൈ ഓൺ പീപ്പിൾ, അമേരിക്കൻ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നാളെ കടന്നു വരാനിരിക്കുന്ന ആളുകളെ വെച്ചിട്ടല്ല അമേരിക്കയുടെ ഗ്രേറ്റ്നസ് കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു ആഭ്യന്തര വ്യവസ്ഥയെ സ്റ്റേബിളായിട്ട് നിർത്താൻ ഈ കുടിയേറ്റത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ അഭിലാഷിനോട് ചോദിച്ചത്. ഈ 18,000 പേരാണ്. അതൊരു ചെറിയ സംഖ്യയാണ്. 1,20,00,000 പേരോളമാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ അതിൽ 18,000 എന്ന് പറയുന്ന ഒരു തുള്ളിയേ വരുന്നുള്ളൂ. അതുമാത്രമല്ല, ജയശങ്കറും വിദേശകാര്യമന്ത്രി ജയശങ്കർ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കയുടെ പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം എന്ന് പറയുന്നത് പരമാവധി ഈ പ്രോസസ്സിനെ ഇന്ത്യ റെസിസ്റ്റ് ചെയ്യില്ല എന്നതാണ്. പക്ഷേ അതിന് പകരമായി കൺസെഷൻസ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ട്രംപിൻ്റെ വ്യാപാര നയത്തിൽ ഉൾപ്പെടെയുള്ളതിൽ ഓരോ രാജ്യങ്ങളെയും വേറിട്ട് കാണുന്ന ഒരു നയം, എക്രോസ് ദ ഫ്രോണ്ടിയർ ഒരു പോളിസി എന്നത് ഉണ്ട്. അതിന് പുറമെ ഇന്ത്യ നയം, പ്രത്യേകിച്ച് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള നയത്തിൽ ചെറിയ കൺസെഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇവിടെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ നിർബന്ധമായി കുടിയിറക്കം എന്നത് നിർബന്ധമായി ചെയ്യാനാവില്ല. അതിന് ശക്തി ഉപയോഗിക്കേണ്ടി വരും. ഒരു രാജ്യം വഴങ്ങിക്കൊടുക്കണം. മെക്സിക്കോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ സംഘർഷമുണ്ടാകും. കാരണം അവിടെ ദശലക്ഷങ്ങളാണ് മെക്സിക്കോയിൽ നിന്നും കുടിയേറി വന്നവർ. അവർ തിരിച്ച് മെക്സിക്കോയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന സംഘർഷപൂരിതമായ ഒരന്തരീക്ഷം, അത് അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണ്. അമേരിക്കയ്ക്കല്ല, മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ആ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ബന്ധങ്ങൾക്ക് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പാനമയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള വിഷയം. യുദ്ധമൊന്നും ഉണ്ടാകില്ല. കാരണം പാനമയ്ക്ക് യുദ്ധം ചെയ്യാൻ ഒരു സൈന്യമില്ല. 1000 പേര് മാത്രമുള്ള ഒരു ചെറിയ ലോ എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സ് മാത്രമാണ് പാനമയ്ക്ക്. പക്ഷേ പാനമയുടെ പിന്നിൽ അണിനിരക്കാൻ ചൈനയോ റഷ്യയോ മറ്റു രാജ്യങ്ങളോ ഒക്കെ തന്നെ വന്നാൽ ഒരുപക്ഷെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് സങ്കീർണ സംഘർഷം എത്താൻ പോവുകയാണ്. മധ്യപൗരസ്യ പ്രദേശത്തു നിന്നും ലോകത്തിൻ്റെ ശ്രദ്ധ ഒരുപക്ഷെ അമേരിക്കയുടെ വടക്കൻ അമേരിക്കയ്ക്കും തെക്കൻ അമേരിക്കയ്ക്കും ഇടയിലുള്ള ആ ഇടനാഴിയിലേക്ക്
ആ ഒരു എല്ലാ കണ്ണുകളും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വിശാലമായ അർത്ഥത്തിൽ മാത്രമേ നമുക്കിതിനെ കാണാനാവൂ. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ അജിത് കുമാർ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ബിസിനസ്മാൻ കൂടിയാണ്, ബിസിനസ്മാൻമാർക്കിടയിലെ പ്രസിഡന്റ് കൂടിയാണ്. ഇവിടെ എന്തിനേയും ഏതിനേയും അദ്ദേഹം ആ കണ്ണുകളോടുകൂടി നോക്കാറുണ്ട് എന്നത് 2017 അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് വിസിറ്റ് എന്നത് സൗദിയിലായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ, ആ രാജ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ അധികാര കൈമാറ്റത്തിന് ശേഷം ആദ്യം ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടത് സൗദി കിരീടാവകാശിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരുപക്ഷെ ഞാൻ സൗദിയിലേക്ക് തന്നെ ആയിരിക്കാം ആദ്യം പോവുക എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക വശങ്ങൾ മാത്രമാണ് ട്രംപ് മുൻതൂക്കം നൽകാറുള്ളത്. അവിടെ ഈ തരം കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനവും പുറത്തുനിന്ന് ഉള്ളവരാണ്. അവിടുത്തെ മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനവും പുറത്തു നിന്നുള്ളവരാണ്. അവരിൽ നിന്നടക്കമുള്ള ആളുകൾക്ക് കൊഴിഞ്ഞു പോകേണ്ടി വരുമോ എന്നതിൽ സംശയം പുലർത്തുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം പോളിസികൾ അത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയായിരിക്കാം ബാധിക്കുക, ഡോക്ടർ അജിത് കുമാർ? സാമ്പത്തിക ഭദ്രത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചോളം. താങ്കൾ പറഞ്ഞ പോലെ ഒരു കച്ചവടക്കാരനാണ് ട്രംപ്. അപ്പൊ കച്ചവടം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതാണ് തുടങ്ങുന്നതന്നെ നമ്മൾ കേട്ടത് ട്രംപ് ടവേഴ്സ് ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നൊരു കാര്യം ഇപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങി. അപ്പം കച്ചവടം മാത്രമല്ല, ഒരു ഒറ്റ കാര്യമുള്ളൂ. 20-ാം തീയതി അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. 21-ാം തീയതി ഇന്ത്യയുടെ സെൻസെക്സ് വീഴുന്നത് 1235 പോയിന്റാണ്. ഡോളറിന്റെ വില കുതിച്ചു വരുന്നതിന്റെ കാരണമായി സ്വർണത്തിന്റെ വില ആദ്യമായിട്ട് 60,200 രൂപ എത്തുന്നു. ഇതൊക്കെ കൃത്യതയോടെ നമുക്ക് കാണാം. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ സ്പർശിച്ചു തുടങ്ങി. കാര്യം ചെയ്യാണ് 2 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ സെൻസെക്സ് ഇത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 566 പോയിന്റും ഇന്ന് 115 പോയിന്റും കൂടി 76,520 എന്ന നിലയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. പക്ഷെ അത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു നല്ലൊരു തിരിച്ചുവരവായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. 2 ദിവസമായിട്ട് സ്വർണ്ണ നിരക്ക് ഇന്ത്യയിൽ 60,200 രൂപയാണ് പവന്. അതൊന്ന് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ ട്രംപിന്റെ സാമ്പത്തിക നയത്തിനെ കുറിച്ച് ഇപ്പോൾ തന്നെ ഇന്ത്യൻ വിപണിയിൽ ആശങ്ക തുടങ്ങി. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം USA പോലെ ഒരു രാജ്യം ലോകത്തിന്റെ 30% കച്ചവടം അവരുടെ കയ്യിലാണ്. ലോകത്തെ 14% കയറ്റുമതിയും 16% ഇറക്കുമതിയുമാണ് USA നടത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കാണ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഇൻ ദ ഡിക്ഷണറി ഈസ് ടാരിഫ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, എന്റെ വാക്കുകളല്ല. അപ്പൊ ടാരിഫ് എന്നൊരു യൂസ് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു. റഷ്യയോട് പറഞ്ഞിരിക്കണം എന്താണ്, നിങ്ങൾ ഉക്രൈനിന്റെയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ടാരിഫ് വർദ്ധിപ്പിക്കും, 25% ആക്കും. മാത്രമല്ല ചൈനയ്ക്ക് ഇപ്പൊ തന്നെ വാണിംഗ് കിട്ടിയിട്ടുണ്ട്, 60% ടാരിഫ് അവരിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നു. ലോകരാജ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് 10 മുതൽ 20% വരെ ഞാൻ ടാരിഫ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് സാമ്പത്തികമായിട്ട് US ഇക്കോണമി നോക്കിയാൽ മനസ്സിലാവും. കാര്യം US ഇക്കോണമിയുടെ GDP ഇന്ന് $29 ട്രില്യൺ എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ പൊതുകടം GDPയുടെ 120%. അതാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം. അപ്പൊ പൊതുകടം കുറച്ചാൽ മാത്രമേ 80% അവർ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ ഇതിനെത്ര പണം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെലവ് ചുരുക്കൽ, അതായത് ഇറക്കുമതി കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് തന്നെ നീങ്ങിയിരിക്കുന്നത്. ശരി. മാത്രമല്ല നമ്മളിപ്പോ വളർച്ചാ നിരക്ക് നോക്കിയാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.4%. നമ്മൾക്ക് അതിന് വിഷമമാണ്. നമ്മളൊരു 7%, 8% എത്ര നോക്കുമ്പോൾ ഇപ്പൊ 3.4%-ലാണ് US വളർച്ചാ നിരക്ക് നിൽക്കുന്നത്.
അപ്പൊ 3.4% വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പൊ എന്ത് വിധത്തിലും നാം കാണാൻ പോകുന്നത് ഈ അടുത്ത 4 വർഷം അദ്ദേഹം സാമ്പത്തിക നയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഇറക്കുമതി തീരുവ, അതായത് ടാരിഫ് വളരെ കൃത്യതയോടെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വീണ്ടും ഏകദേശം 8 മുതൽ 10 ട്രില്യൺ ഡോളർ എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഈ ഇറക്കുമതി തീരുവയിലൂടെ. അപ്പൊ ഇറക്കുമതി തീരുവയുടെ കാലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. പക്ഷെ ഒരു നമ്മുടെ വിദഗ്ധൻ പറഞ്ഞതുപോലെ അതൊരു ഡിസ്ക്രിമിനേഷൻ ലോ തീർച്ചയാണ്. ഇന്ത്യയെ പോലെ രാജ്യങ്ങൾക്ക് അദ്ദേഹം അങ്ങനെ ഒന്ന് ചെയ്യുമോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം അമേരിക്കയിലെ പല എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞെന്താ പറഞ്ഞാൽ 2025 ട്രംപ് 2021 ട്രംപ് അല്ല. 2021 അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഹൗഡി ട്രംപ് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികൾ നടന്നെങ്കിലും ഈ പ്രധാനമന്ത്രിയെ വിളിച്ചില്ല ഇത്തവണ. മറന്നുപോകരുത്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇത്രയും വലിയ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹം ഇതിന് വിളിച്ചില്ല? ഇന്ത്യയെ വിളിച്ചു, ജയശങ്കർ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോയി. അപ്പൊ അതൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ പഴയതുപോലെ ഇന്ത്യയോട് അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരിക്കുമെന്ന് സാമ്പത്തികമായി നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് നമുക്ക് തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിൻസൻ, താൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തീരുമാനമുണ്ടാക്കും എന്നാണ് പറഞ്ഞത്. നേരത്തെ അജിത് സാർ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്, തീരുമാനമുണ്ടാകണം, ഇല്ലായെങ്കിൽ നികുതി ചുമത്തും, ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മുന്നറിയിപ്പുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രവുമല്ല, അധികാരത്തിലേറുന്നതിന് മുമ്പ് മറ്റൊരു അവകാശവാദം എന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ധാരണയ്ക്ക് കാരണം തൻ്റെ വിജയം എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമാണോ ഈ റഷ്യൻ വിഷയത്തിനും യുക്രൈൻ വിഷയത്തിനുമൊക്കെ ട്രംപിന് ഇടപെടുക എന്നത്? അത് ഈ തുടക്കത്തിലെ ഒരു വീരത്വം കാണിക്കൽ എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെടേണ്ടി വരുമോ? വീരത്വം കാണിക്കൽ എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുള്ളിയുടെ സ്റ്റൈല് ബോൾഡ് ഐഡിയാസ് പ്രപ്പോസ് ചെയ്യുക. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ആദ്യമേ തന്നെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ആൾക്കാരെ മാനസികമായിട്ട് അതിനോട് അടുപ്പിക്കുക. ഇപ്പം ഹമാസിനോട് ചെയ്തത് അത് തന്നെയാണല്ലോ. ഞാൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ബന്ദികളെ വിട്ടയക്കുകയും വാറിന്റെ സിറ്റുവേഷൻ മാറുകയും ചെയ്തില്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോൾ എന്തൊക്കെയാണ് ആ കോൺസിക്വൻസസ് എന്നുള്ള പേടി ഹമാസിന് ഡെഫിനറ്റ് ആയിട്ടുണ്ടായി. അത് തീർച്ചയായിട്ടും അത് ട്രംപിന്റെ ഒരു സക്സസ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ബൈഡൻ 1 വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കാണ്ടിരുന്നത് ട്രംപിന് ആ ഒരു ഇലക്ഷൻ ജയം കഴിഞ്ഞ ശേഷം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ട്രംപിന്റെ സക്സസ് തന്നെയാണ്. ആ സെയിം തിങ് ആണ് പുള്ളി പുടിനുമായിട്ടും ട്രൈ ചെയ്തത്. പക്ഷേ പുടിൻ ഇസ് എ ഡിഫറെന്റ് ഇക്വേഷൻ. പുടിൻ ഹമാസ് പോലെയല്ല, അതിനേക്കാളും വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഓപ്പോണന്റ് ആണ്. അപ്പൊ അതത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പുടിൻ പറയുന്ന കാര്യങ്ങളിൽ പല ന്യായങ്ങളുണ്ട്. അത് കേൾക്കാൻ ട്രംപ് റെഡിയാണ്. ഈ പണ്ടത്തെ ആ ഒരു മറ്റേ വാർ, ഇന്ത്യയും റഷ്യൻ USSRും തമ്മിലുള്ള ആ ഒരു വാർ സെനാരിയോ, ആ കോൾഡ് വാർ സെനാരിയോയിൽ ഇന്നുകൊണ്ടാണ് അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വരെ എപ്പോഴും ചിന്തിക്കുന്നത്. ബിക്കോസ് ഇത് അവരുടെ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അമേരിക്കയിലെ മിലിറ്ററി സപ്ലൈ കമ്പനികളും അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസും കൂടിയുള്ള ഒരു കൊളൂഷനാണ് ഈ റഷ്യനെ ഏറ്റവും വലിയ എനിമിയായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്. നമ്മുടെ 1989 സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം അമേരിക്ക പല പ്രോമിസുകളും ഗോർബച്ചേവിന് നൽകിയിരുന്നു. ഇതൊന്നും അമേരിക്ക നടപ്പാക്കുന്നതിന് മുമ്പ് ഗോർബച്ചേവ് പുറത്തുപോയി അവിടെ ഇതൊന്നും റിട്ടേൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്യുമെന്റ്സ്. ഈ നാറ്റോ ഇനി എക്സ്പാൻഡ് ചെയ്യില്ല എന്നുള്ളത്, യുക്രൈൻ ഒരിക്കലും നാറ്റോയിൽ കയറില്ല എന്നുള്ളത്, ഇതെല്ലാം അമേരിക്ക റഷ്യയോട് പ്രോമിസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്, റഷ്യയോടല്ല സോവിയറ്റ് യൂണിയനോട്. അതൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ അമേരിക്കയിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടേയിരിക്കില്ലേ? അതാ പറഞ്ഞത്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞ പുടിൻ പറയുന്ന പല കാര്യങ്ങളിലും ന്യായമുണ്ട്. ഇപ്പൊ യുക്രൈന്റെ പുള്ളി പിടിച്ചു വെച്ചിരിക്കുന്ന പാർട്ടുകൾ പലതും വളരെ ഹ്യൂജ് മെജോറിറ്റി റഷ്യൻ സംസാരിക്കുന്ന സ്ഥലങ്ങളാണ്. പുള്ളി പറയുന്ന ആ ഒരു ന്യായം കേൾക്കാൻ ട്രംപ് റെഡിയാണ്. ഇതിന് മുമ്പുള്ള ഭരണകൂടമോ ഒരു റെഗുലർ അമേരിക്കൻ പൊളിറ്റീഷ്യനോ റെഡിയല്ല. ട്രംപ് ഈ പറഞ്ഞ മാതിരി ഒരു ബോൾഡ് ഐഡിയാസിന്റെ ഒരാളായതുകൊണ്ട് പുള്ളി പറയുന്നു റഷ്യ പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് കേൾക്കും. അതിനകത്ത് എന്താ തെറ്റ്? എല്ലാവരോടും സംസാരിക്കാൻ പുള്ളി റെഡിയാണ്. പുള്ളി നോർത്ത് കൊറിയയിൽ പോയി പുള്ളി സംസാരിച്ചില്ലേ? അപ്പൊ ട്രംപ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണോ അത് ചെയ്യാൻ പുള്ളി വില്ലിംഗ് ആണ്. ഓഫ് കോഴ്സ്
വിത്ത് അമേരിക്ക സെൻട്രിക് ഫിലോസഫീസ്. പുള്ളി ജോർജ് ബുഷിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്, ബിക്കോസ് ഇറാഖ് വാറിന് പോയതിനും ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ സ്ട്രോങ് ആയിട്ട് ഒബാമ സപ്പോർട്ടർ ആവാൻ കാരണം ഈ ഇറാഖ് വാറാണ്. നമുക്കറിയാം അവിടെ ഈ വെപ്പണും മാസ് ഡിസ്ട്രക്ഷൻ ഒന്നും ഇല്ലാന്നറിയാം. ഇവർ ചുമ്മാ ഈ കഥകളെല്ലാം ഉണ്ടാക്കി വാറിന് പോകുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഡിക്ഷണറി പോലുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമേരിക്കയിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്, ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ ട്രംപ് അതിനെയും ചലഞ്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്റലിജൻസ് ബ്രീഫിംഗിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുടിൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ റെഡി ആയാൽ തന്നെ ലോകം, നമ്മളല്ല അമേരിക്ക എന്ന് പറയുമ്പോൾ ലോകം കേൾക്കാൻ റെഡി ആയാൽ തന്നെ പുടിന്റെ ആ ഒരു ശൗര്യം ഒന്ന് കുറയും. പുടിൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. യുക്രൈനിൽ റഷ്യ സംസാരിക്കുന്ന മെജോറിറ്റി ആൾക്കാർ, റഷ്യ സംസാരിക്കുന്ന ഭാഗങ്ങൾ, അത് റഷ്യയുടെ പാർട്ടാവാൻ ചിലപ്പോൾ ട്രംപ് അതിന് ഓക്കെ ആയിരുന്നിരിക്കും. പുള്ളി സെലൻസ്കിനെ അതിന് കൺവിൻസ് ചെയ്തിരിക്കും. വി ഡോണ്ട് നോ. സെലൻസ്കി ടോട്ടലി അമേരിക്കനെ ഡിപെൻഡന്റ് ആണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടും പുടിൻ പറയുന്ന ന്യായമായ കാര്യങ്ങൾ സെലൻസ്കിയെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതായിരിക്കും ട്രംപിന്റെ സ്ട്രാറ്റജി. അതായിരിക്കും പുള്ളി ട്രൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം. പക്ഷേ പുടിനുമായിട്ട് പുള്ളി സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് ഈ വാണിങ്ങുകളെല്ലാം കൊടുത്ത് സംഭവത്തിന്റെ സീരിയസ്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ സിനാരിയോ എല്ലാം പറയുന്നത്, ഈ ടാരിഫിന്റെ എല്ലാം കാര്യം പറയുന്നത്. പിന്നെ ടാരിഫിന്റെ കാര്യം പറയുമ്പോൾ സാറ് ടാരിഫിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട്. നമ്മൾ അമേരിക്ക ടാരിഫ് എന്ന് വിളിക്കുന്നതിന് ഇന്ത്യ കസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മഹീന്ദ്ര ട്രക്ക് അമേരിക്കയിൽ വരുമ്പം ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ, ലേബർ ചീപ്പ് ആയതുകൊണ്ട്. അവിടെ ഉണ്ടാക്കുന്ന മഹീന്ദ്ര ട്രക്ക് അമേരിക്കയിൽ വരുമ്പം അതേ സെയിം വിലയ്ക്ക് അമേരിക്കയിൽ വിൽക്കുമ്പോൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഹാർലി ഡേവിഡ്സൺ 100% ടാരിഫ്, നമ്മുടെ കസ്റ്റംസ്, ഇന്ത്യക്കാർ കസ്റ്റംസ് എന്ന് വിളിക്കുന്ന സാധനം, അതിന്റെ പേര് ടാരിഫ് തന്നെയാണ്, ഇറക്കുമതി തീരുവ 100% കസ്റ്റംസ്. അതായത് ഇത്രയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലുള്ള അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനം അതിന്റെ ഇരട്ടി വിലയ്ക്കേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും? അപ്പൊ നാച്ചുറലി അമേരിക്കയുടെ അങ്ങോട്ടുള്ള എക്സ്പോർട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ കസ്റ്റംസ് ഡ്യൂട്ടി അത് ഫെയർ ആകണമെന്ന് ഇപ്പോൾ പറയുന്നുള്ളൂ. നിങ്ങളുടെ മഹീന്ദ്ര വരുമ്പോൾ ഞങ്ങൾ 50% ചാർജ് ചെയ്യാം, ഞങ്ങളുടെ ഹാർലി ഡേവിഡ്സൺ വരുമ്പോൾ നിങ്ങൾ 50% ചാർജ് ചെയ്യൂ. ഇതാണ് ട്രംപിന്റെ ഡിമാൻഡ്. അത് ഫെയർ അല്ലേ? ചിന്തിച്ചു നോക്കുക. നമ്മൾ ട്രംപിനെ ചുമ്മാ അനാവശ്യമായിട്ട് നമ്മൾ ഒരു ട്രംപിന് എതിരായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ then they will know. ട്രംപ് പറയുന്നത് ഫെയർ ആണ്. ട്രംപ് എപ്പോഴും വളരെ ഫെയർ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ പുള്ളി എല്ലാ രാജ്യങ്ങളെയും ഒപ്പം കാണുന്നു. അമേരിക്ക ഒരു വലിയ ഒരു തറവാട്ടുകാരനോടെ മാറി എല്ലാവർക്കും ദാനം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അമേരിക്കയ്ക്കും ത്രെട്ടുകളുണ്ട്, അമേരിക്കയുടെ ഉള്ളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഫെയർ ആയിട്ട് ഉള്ള രീതിയിൽ അമേരിക്കയ്ക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. ദാനധർമ്മമില്ല, ഫ്രീ ആയിട്ടുള്ള ട്രേഡ് ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ശ്രീ അജിത് കുമാർ, ഞാൻ മറ്റ് അതിഥികളിലേക്കൊന്ന് പോകുന്നതിന് മുമ്പ് വിൻസന്റെ അഭിപ്രായത്തോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഡോക്ടർ അജിത് കുമാറിനോടാണ്. ഞാൻ മിഥുനിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. ഒന്ന് ആ പ്രതികരണം ഒന്ന് എടുത്തതിന് ശേഷം എത്താം. അല്ല, ആക്ച്വലി ഇത് മിസ്റ്റർ വിൻസൻ വളരെ ലോജിക്കലായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് അപ്രീസിയേഷനേ ഉള്ളൂ. കാരണം നമ്മൾ ആദ്യം ഈ ടാരിഫിനെ പറ്റിയാണ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരിക്കുന്നത്. എന്ത് വന്നാലും ശരി, ഏറ്റവും അവസാനം വരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, എല്ലാ യുദ്ധങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അടിസ്ഥാന കാര്യം സമ്പത്താണ്. അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ടാരിഫിനെ പറ്റി ഇപ്പം താങ്കൾ വിൻസൻ പറഞ്ഞത് വളരെ ലോജിക്കലായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം 50% ഒരു ഈക്വലൈസേഷൻ ഓഫ് ടാരിഫ്സ്. കാരണം ഇന്ത്യയുടെ ടാരിഫ് റേറ്റില് അമേരിക്ക ഇന്റർഫിയർ ചെയ്യാതെ തീർച്ചയാണ്. അപ്പൊ അവര് പറയുന്ന ടാരിഫ്, അവര് ചാർജ് ചെയ്യുന്ന ടാരിഫിനോട് നമ്മൾ അത്രയധികം മുഖം തിരിക്കരുത് എന്നുള്ളൊരു വസ്തുതയോട് എനിക്ക് പൂർണ്ണ യോജിപ്പുണ്ട്. പക്ഷെ എത്ര കണ്ട് നടക്കുന്നതാണ്. കാരണം ഒരു കാര്യം, ഇവർ തമ്മിലുള്ള ആ ഒരു അന്തരമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഗുഡ്സിന്റെ ക്വാളിറ്റിയും അമേരിക്കൻ ഗുഡ്സിന്റെ ക്വാളിറ്റിയും, അതുമാത്രം കോസ്റ്റ്, താങ്കൾ പെട്ടപോലെ ഇന്ത്യയിൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കോസ്റ്റ് ഇഫക്റ്റീവ് ടെക്നോളജിയാണ്. നമ്മുടെ പ്രോഡക്ട്സിന്റെ കോസ്റ്റ് കുറവാണ്, ക്വാളിറ്റി ഓൾസോ. ഇപ്പൊ നമ്മൾ ഈ TQM ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ഇപ്പൊ നന്നായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ അമേരിക്കയെ കണ്ടിരിക്കുന്ന എക്സ്പോർട്ട് മാർക്കറ്റിൽ നമ്മൾ ചിലപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടി വരും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇന്ത്യയിലേക്ക് പോകേണ്ടി വരും. ഇന്ത്യ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇങ്ങനെ ഒരു ഈക്വലൈസേഷൻ, അങ്ങനത്തെ ഒരു ടാരിഫ്സ് വരികയാണെങ്കിൽ അത് എഫക്ട് ഇന്ത്യയാണ്. ഇന്ത്യയുടെ എക്സ്പോർട്സിന് ശരിക്കും ബാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു നമ്മൾ 4 മാസമായിട്ട് കൃത്യമായിട്ട് അറിയാം, ഇന്ത്യയുടെ എക്സ്പോർട്സ് വളരെ വൾണറബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഇന്ത്യ വളരെ, നമ്മുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അതായത് വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആർ മച്ച് ലെസ് ദാൻ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ്. അതാണ് ഈ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വന്നത്. വളരെ ഹൈ ആയിട്ടിരിക്കുന്ന സമയമാണ് ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഡോളർ വാല്യൂ ശരിക്കും
ഡോളറൈസേഷനിലേക്ക് നമ്മൾ പോയാൽ ഇന്ത്യൻ കറൻസിയുടെ കാര്യം വളരെ പരിതാപണ്ടാവുന്നത് തീർച്ചയാണ്. അതൊക്കെയാണ് നമ്മുടെ ഫിയർ. കാരണം താങ്കൾ പറഞ്ഞ പോലെ ഒരു പോയിന്റ് നമുക്ക് ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ആദ്യത്തെ വേർഡ് തന്നെ യൂസ് ചെയ്ത് ലെറ്റ്സ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നതിന്റെ അർത്ഥം ആ ഗ്രേറ്റ്നെസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ഇക്കണോമിക് ആസ്പെക്ട് ആണ്, സാമ്പത്തിക ഡയമെൻഷൻ ആണ്. ആ സാമ്പത്തിക ഡയമെൻഷൻ ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും വിനയാവരുത് എന്നൊരു ഫിയർ മാത്രമേ എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാം. ശ്രീ മിഥുൻ, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ റഷ്യ വിഷയമാകട്ടെ, നേരത്തെ എന്താണോ പറഞ്ഞത് അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാനാകും എന്നറിയില്ല. ഹൂതി വിമതരെ 2020 അദ്ദേഹം ഭീകര പട്ടികയിൽ പെടുത്തിയതാണ്. പക്ഷേ ബൈഡൻ വന്നതിന് തൊട്ടു പിന്നാലെ അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാ തൊട്ടടുത്ത ദിവസം തന്നെ, അധികാരത്തിലേറി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഹൂതി വിമതരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ പറഞ്ഞതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെയാണ് അജിത് കുമാർ സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനപ്പെട്ടതാവുന്നത്. നേരത്തെ മോദിയോടുണ്ടായിരുന്ന ഒരു സൗഹൃദം അത് പുലർത്തുന്നുണ്ടോ എന്ന ഒരു സംശയമടക്കം പ്രകടിപ്പിക്കുന്നത്. ഒരിക്കൽ ട്രംപ് തന്നെ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, മോദി എനിക്ക് വലിയ ഇഷ്ടമാണ്, അദ്ദേഹം നല്ല ആതിഥേയനാണ്. ഒരിക്കൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ചില വിഷയങ്ങളിൽ ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് മോദി തിരിച്ചു പറഞ്ഞു, അത് വേണ്ട, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇതേ പോളിസി തന്നെയായിരിക്കില്ല ട്രംപിന് അമേരിക്കയിലും സ്വീകരിക്കുക. അവിടെ അത് ഒരു പക്ഷേ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് തിരിച്ചടി ഉണ്ടാക്കിയാൽ ആ സംശയം അവിടെ നിലനിൽക്കില്ലേ ശ്രീ മിഥുൻ? ഇവിടെ മോദി 3.0 എങ്ങനെയാണ് ട്രംപ് 2.0 നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ട്രംപ് വന്നതിന് ശേഷം വളരെ ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുത്തത്. എനിക്കൊന്ന് 80ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് സൈൻ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള റഷ്യ വിഷയത്തിൽ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരു പക്ഷേ ട്രംപിന്റെ ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടെ ട്രാൻസാക്ഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. കാരണം പണ്ടത്തെ പോലുള്ള ആ ഒരു എന്താ പറയുക, അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഒരു ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ഇന്ത്യക്ക് സാധിക്കുക എന്ന് തോന്നുന്നു. കാരണം അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ ഇന്ത്യൻ മാർക്കറ്റ്. ഒരു പക്ഷേ ട്രംപ് നവംബറിൽ വന്ന സമയത്ത് കുത്തനെ കൂടിയ സെൻസെക്സ് ഇപ്പോ ഒരു പക്ഷേ എനിക്ക് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ് ഇന്ത്യൻ മാർക്കറ്റ്സ് ഒക്കെ തന്നെ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു നെഗറ്റീവ് എന്താ പറയുക ഒരു ഡൈനാമിക്സിലേക്ക് പോകില്ല. പക്ഷേ അതിനൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇപ്പം അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി പുഷ് ചെയ്യാൻ നോക്കുന്നു, അതേപോലെയുള്ള ഒരു ഇന്ത്യ ഫസ്റ്റ് പോളിസിയാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിനിടയിൽ എങ്ങനെയാണ് ഒരു ബാലൻസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കാണും. പിന്നെ ഇപ്പം റഷ്യക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യാൻ പോകുന്ന സാങ്ഷൻസ്, അതാണ് ഒരു പക്ഷേ എന്താ പറയുക നമ്മളെ കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. കാരണം നമ്മുടെ ഓയിൽ പ്രൈസസ് പക്ഷേ കുത്തനെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്ത്യക്ക് അതൊരു പക്ഷേ എന്താ പറയുക റീറൂട്ട് ചെയ്യേണ്ടി വരും മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ തന്നെ. ഡിഫൻസ് പർച്ചേസസിന് വേണ്ടിയിട്ട് ഇന്ത്യ കൂടുതലും ഒരു പക്ഷേ ആശ്രയിക്കുന്നത് റഷ്യയാണ്. അപ്പൊ അവിടെ ഒരു സ്ലോ ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഈ റഷ്യ അമേരിക്ക റിലേഷൻഷിപ്പ് ഒന്ന് ജഗിൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല അമേരിക്ക ചില ചൈന ഫ്രണ്ട്ലി അല്ലാത്ത പോളിസീസ് ഒരു പക്ഷേ ഇന്ത്യയെ ഫേവർ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ അവിടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക്. അതേപോലെ തന്നെ അമേരിക്കയ്ക്കും തീർച്ചയായിട്ടും വേണ്ടി വരും. കാരണം ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആണ്. അപ്പം ഇന്റർനാഷണൽ ഡൈനാമിക്സ് ഒക്കെ ഇന്ത്യ അത്യാവശ്യം നല്ലോണം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കക്ക് ഇന്ത്യയെ പിണക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇലോൺ മസ്ക് ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം ഫണ്ട് ഇറക്കിയത്. അപ്പോൾ അത്തരം മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ ഇന്ത്യയെ പ്രയോജനപ്പെടുത്തേണ്ടി വന്നേക്കാം. ബില്യണേഴ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി മാറിയിട്ടുണ്ട്. ഈ എന്താ പറയുക, അദ്ദേഹത്തിന് സെറിമണി നോക്കുകയാണെങ്കിൽ പോലും ഫ്രണ്ട് റോൾ ഇരിക്കുന്നതൊക്കെ തന്നെ ടെക് ബില്യണേഴ്സ് ആണ്. അതായത് മാർക്ക് സക്കർബർഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, ഇങ്ങനെയുള്ള ടെക് സിഇഒസിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു ഇൻഡിക്കേഷൻ ആണ് ആർക്കാണ് ഈ എന്താ പറയുക ഇതിലൊരു വലിയ ഈ ഭരണത്തിലൊരു വലിയ പങ്ക്, അല്ലെങ്കിൽ ആരാണ് ഡിസിഷൻ മേക്കേഴ്സ്, യഥാർത്ഥ ഡിസിഷൻ മേക്കേഴ്സ് ആരാണ് ആവാൻ പോകുന്നത്. യെസ്, അതേപോലെ തന്നെ ടെക് കമ്പനീസ് റിലൈ ചെയ്യുന്ന ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ബ്രെയിൻ ഉണ്ട്. അത് തീർച്ചയായും അമേരിക്കയ്ക്ക് എന്തായാലും വേണ്ടി വരും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് H1B അല്ലെങ്കിൽ ഇമിഗ്രന്റ് പോളിസീസ് ഒക്കെ. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഒരുപാട് ഇന്ത്യൻസിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഇക്കോണമിയെ തന്നെയാണ് വീണ്ടും അഫക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ മറ്റൊരു സോഴ്സ് തേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഇക്കോണമിക്ക് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം അവിടുത്തെ ഇക്കോണമിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷൻ. അപ്പം അതിനൊക്കെ തന്നെ ബാലൻസ് അപ്രോച്ച് എടുത്തുകൊണ്ട് തന്നെ അമേരിക്ക മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയത്തിൽ. മാത്രമല്ല അഭിലാഷ്, ഒരു ഇന്ത്യനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് പറയാനോട്ടോ, എനിക്ക് ഒരു സെക്കൻഡ് തരാമോ? പറയൂ. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ബേസിക്കലി ശരി മിഥുൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. റൈറ്റ്.
ഓക്കെ, ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ. അമേരിക്കയിൽ ഡെമോക്രറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും രണ്ടുപേർക്കും ഇന്ത്യ ഫ്രണ്ട്ലി പോളിസീസ് ആണ് എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ശരി. ഈ ഭരണമാറ്റം ഒരു ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അതിനെ ഞാൻ ഇപ്പോൾ നോക്കി കാണുമ്പോൾ ഒരു ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുമെന്ന ശരി. രീതിയിൽ ശരി ശരി വിൻസെന്റ്. നമ്മളൊരു ഈ ഇന്ത്യനെ ട്രംപ് എങ്ങനെ കാണുന്നു, മോഡിനെ ഇൻവൈറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ട്രംപിന്റെ ഇനാഗുറേഷൻ സെറമണി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും മുമ്പിലെ സീറ്റാണ് ജയശങ്കറിന് കൊടുത്തത്. ചൈനയുടെ നമ്പർ 2 ഇവിടെ ഉണ്ടായിരുന്നു, അയാൾക്ക് 3ാമത്തെ റോയിലാണ് സീറ്റ് കൊടുത്തത്. യൂറോപ്യൻസിനെയും ഒന്നും അല്ല പുള്ളി ആദ്യം മീറ്റ് ചെയ്തത്. മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി ആദ്യം മീറ്റ് ചെയ്തത് ക്വാഡ് ലീഡേഴ്സുമായിട്ടാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് വാട്ട്സ് അതർ കൺട്രി, ജപ്പാൻ. അവരുമായിട്ടാണ് മാർക്കോ റൂബിയോ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഇന്ത്യക്കാര് ഈ അമേരിക്കയിൽ നിന്ന് ഫേവർ കിട്ടുക എന്നുള്ള ആ ഒരു മനസ്സിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പും ഈ H1 വിസയും. ഈ H1 വിസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്തും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാധനം അല്ല ഈ H1 വിസ. നമ്മുടെ രാജ്യം മാറി, നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സമയമാണത്. നമ്മൾ പണ്ടത്തെ ആ ഒരു അമേരിക്കയിൽ പോയി ഇറന്നുകൊണ്ട് വരിക, അമേരിക്കയുടെ സാധനങ്ങൾ ഇപ്പൊ സാർ തന്നെ പറഞ്ഞു, ഇന്ത്യൻ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി കൂടുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ അമേരിക്കയിൽ വന്നിട്ട് 32 വർഷമായി. ഇന്ത്യയിൽ ഇപ്പൊ വളരെ നല്ല സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്, ഇന്ത്യൻ പ്രോഡക്ട്സ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ, ഈ H1 വിസ, ഇന്ത്യക്കാർക്ക് കൂടുതൽ പോകാൻ പറ്റണം. ഇന്ത്യക്കാർ ഇതിനെ എപ്പോഴും പുറത്തോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് ഇവിടെ ഹാപ്പി ആയിട്ടല്ലോ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ടല്ലേ പോകുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം നമ്മുടെ രാജ്യം പുരോഗമിച്ചില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ ക്വാഡിനെ ട്രംപ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നത് ചൈനയെ ത്രെട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഡെഫിനറ്റ്ലി ക്വാഡ് ഈസ് ഗോയിങ് ടു ബി ദ കൗണ്ടർ ഫോഴ്സ്. അതുകൊണ്ടാണ് മാർക്കോ റൂബിയോയുടെ ആദ്യത്തെ മീറ്റിംഗ്, ഈ സൗദി പോകുന്ന ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദിസ് ഈസ് ഓൾസോ എ വെരി സിംബോളിക് മീറ്റിംഗ്. ആ ഒരു സംഭവമൊക്കെ നമ്മൾ കാണാതെ മോഡിനെ ഇൻവൈറ്റ് ചെയ്തില്ല എന്നുള്ള പല സാങ്കേതികമായ പല പ്രശ്നങ്ങളുണ്ടാവാം. മോഡി വന്നു കഴിഞ്ഞാൽ മോഡി കൂടുതൽ അറ്റൻഷൻ എടുക്കുന്ന ഒരാളായതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവാം. വി ഡോണ്ട് നോ. മോഡിക്കുള്ള സെക്യൂരിറ്റി ഒരു പ്രശ്നമായിരിക്കാം. വി ഡോണ്ട് നോ ദീസ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്ത്യനെ ട്രംപ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആദ്യത്തെ 2-3 ദിവസങ്ങളിലെ സംഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മിഥുൻ ഒന്ന് കൈ ഉയർത്തിയിരുന്നു വളരെ പെട്ടെന്ന്. എനിക്ക് മോഹൻ സാറിലേക്ക് പോകണം. ഇന്ത്യ പരിശ്രമിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിലേക്ക് തയ്യാറാകുമോ? ഒന്നുകൂടി വ്യക്തമായില്ല. അല്ല, അദ്ദേഹം യുഎസിലാണല്ലോ. എന്റെ ശബ്ദം കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. അല്ല, ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഓൺ എ ലൈറ്റർ നോട്ട്, അദ്ദേഹം യുഎസില് ഒരുപാട് വർഷങ്ങളായി ജീവിക്കുന്ന ആളാണ്. അപ്പം ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒരവസരം കിട്ടി ഇന്ത്യയിലേക്ക് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ പല കാര്യങ്ങളും ഇന്ത്യയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോ പാർക്കിന്റെ CEO ആവാൻ വേണ്ടി ഞാൻ എനിക്ക് അപ്ലൈ ചെയ്തതാണ്. അന്ന് അവർ പറഞ്ഞു അതിന് എഞ്ചിനീയറിംഗ് ഡിഗ്രി പോലെ MBA വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ശരി ശരി, എന്തായാലും നമ്മുടെ ഡിബേറ്റ് വിഷയമല്ല. ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ നേരത്തെ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം വിജയിക്കാൻ വേണ്ടി ചില വാഗ്ദാനങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളൊക്കെ നൽകാറുണ്ട്. പക്ഷേ പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ അത് പൂർണ്ണമായൊന്നും പാലിക്കാൻ സാധിക്കണമെന്നില്ല. അതിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ, ഇതായി ഇപ്പോൾ റഷ്യൻ വിഷയമാകട്ടെ, അത് എത്രത്തോളം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഇമ്മീഡിയറ്റായി അതിൽ പ്രതികരിക്കുന്നു. അതിനുശേഷം ഹൂതി വിമതരുടെ കാര്യത്തിലാകട്ടെ പ്രതികരിക്കുന്നു. ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ കാനഡയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്നതിനെ ഒരു സമ്മർദ്ദം എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? അതിനപ്പുറത്ത് കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ പോകുന്ന ട്രംപ്, അങ്ങനെയാണോ നമുക്കതിൽ വായിച്ചെടുക്കേണ്ടത്? നല്ലൊരു ചോദ്യമാണത്. അതിനകത്ത് ഞാൻ കാണുന്ന ഒരു ആംഗിളുണ്ട്. ഈ ക്യാമ്പയിൻ മോഡിൽ കുറെ കാലം പോയി ട്രംപ് പെർപെച്വൽ ക്യാമ്പയിൻ മോഡിൽ തന്നെയാണ് പോയതെന്നുള്ളതാണ്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മുതൽ അടുത്ത പ്രസിഡന്റ് ആകുന്നത് വരെ നിരന്തരം ഒരു ക്യാമ്പയിൻ മോഡാണ്. അദ്ദേഹം അത് ബിൽഡ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ക്യാമ്പയിൻ മോഡല്ല വേണ്ടത്, ഇനി പ്രവർത്തിക്കുന്നതിൻ്റെ മോഡാണ്. ഇപ്പം ഒരുപക്ഷെ ക്യാമ്പയിനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതൊരു രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ വിസ്ഡം എന്ന് പറയും. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന വിഖ്യാതനായ ചക്രവർത്തി യോടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഒരിക്കൽ ഓർമ്മിപ്പിച്ചു, ഈ യു ക്യാൻ കോൺകർ ദ വേൾഡ് ഓൺ ഹോഴ്സ് ടോപ്പ്, കുതിരപ്പുറത്ത് സഞ്ചരിച്ച് താങ്കൾക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ സാധിക്കും. ബട്ട് ഇഫ് യു ഹാവ് ടു റൂൾ ദ വേൾഡ് യു ഹാവ് ടു കം ഡൗൺ. താഴെ കുതിരയിൽ നിന്നും താഴെ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഭരിക്കാൻ സാധിക്കൂ.
അതുകൊണ്ട് ക്യാമ്പയിൻ മോഡ് മാറ്റി കുറച്ചുകൂടി റിയലിസ്റ്റിക് മോഡിലേക്ക് വരേണ്ടതാണ്. ഇനി അഭിലാഷ് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് വരാം. ഇത് ട്രംപ് അച്ചായൻ്റെ ഒരു നമ്പറല്ലേ, ഒരു വിരട്ട് പണിയല്ലേ? അല്ലെങ്കിൽ എന്റെ സംശയമാണ് കേട്ടോ. സംശയം ന്യായമാണ്, അത് എല്ലാവരും ചോദിക്കുന്ന സംശയം തന്നെയാണ്. അത് ന്യായമാണ്, ഉള്ളിൽ എന്താണെന്നുള്ളതാണ് വിഷയം. ഇത് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് കർശനമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഖൂദികൾക്ക് അന്ത്യശാസനം കൊടുക്കുകയാണ്. ഹമാസിന് കൊടുത്ത അന്ത്യശാസ്ത്രം ഏതാണ്ട് ഏഷ്യ മട്ടാണ്. അപ്പം എൻ്റെയൊക്കെ വല്യമ്മച്ചി പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ തിലായ്പ് വെച്ച് കയറരുത് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും വണ്ണം വ്യത്യാസമുണ്ട്. ഈ കയറാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചുറ്റിക്കെട്ടിന് അത് വ്യത്യാസമുണ്ട്. ഇത് ട്രംപ് അക്രോസ് ദ ഫ്രോണ്ടിയർ ഒരേ ഒരു അഗ്രസീവ് പോളിസിയാണ്. അപ്പോൾ ബുള്ളിന് ചൈന ഷോപ്പ് എന്ന രീതിയിൽ തച്ചുടച്ച് മുന്നേറുന്ന ട്രംപിനെയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത 4 ദിവസം കണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കുറച്ചൊക്കെ ട്രംപ് മോദിക്ക് പഠിക്കേണ്ടതുണ്ട്. മോദി ആ ഒരു ക്യാമ്പയിൻ മോഡിൽ വളരെ അഗ്രസീവാണ്. പക്ഷേ അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും ആ മോഡ് മാറ്റി വളരെ ശാന്തമായി ഘടകകക്ഷികളെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ല, കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി വന്നു. ഇവിടെ സംഭവിച്ചത് ട്രംപിന് ഒന്നാന്തരം മാൻഡേറ്റ് ലഭിച്ചു അല്ലെ? ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ ഭൂരിപക്ഷം, സെനറ്റിൽ മേൽക്കൈ എന്ന് വേണ്ട പോപ്പുലർ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും നല്ല മുൻകൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ ഇക്വേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ യു ഗോ അഹെഡ്. അതുകൊണ്ടാണ് പിന്നെ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞ് മണ്ണിനടിയിലെ നിധി അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം. നമുക്ക് പാനമയും എടുക്കാം, പാനമ കനാലിങ് എടുക്കാം, വേണ്ടി വന്നാൽ ഗ്രീൻലാൻഡ് കൂടെ പോരും, കാനഡയും എടുക്കാം എന്ന രീതിയിലുള്ള സംസാരം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് അല്ല. ട്രംപ് ചെയ്ത ഏറ്റവും വലിയ, ട്രംപ് ഒരുപക്ഷെ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഈ പുടിൻ എന്ന വ്യക്തിയുമായി ഒരു 1-to-1 ഇക്വേഷൻ ഉണ്ട്, ഇപ്പോഴത്തെ ഉണ്ടെന്നാണ് വിശ്വാസം. അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് സമ്മർദ്ദപ്പെടുത്തിയാൽ പുടിൻ ഓൾസോ ഇസ് നോട്ട് എ വെരി പ്രെഡിക്റ്റബിൾ പേഴ്സൺ എന്ന് ഓർക്കുക. അതുകൊണ്ട് ഈ ഹമാസിനെയോ ഹൂതികളെയോ വിരട്ടുന്ന പോലെ അല്ല പുടിനെ വിരട്ടുന്നത്. അതുകൊണ്ട് ലോക സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ശ്രീ വിൻസൻ പറഞ്ഞത്, അതായത് പുടിനെ കേൾക്കാൻ അദ്ദേഹം ഒരുക്കമാണ്, പുടിൻ പറയുന്നിടത്ത് ന്യായമുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് ട്രംപിനെ എന്നാണല്ലോ. ഓപ്പൺ പ്രസ്താവനകളിലൂടെയല്ല അത് ചെയ്യേണ്ടത്. അതിന്റെ നയതന്ത്രത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് റെക്കോർഡിൽ വരികയാണ്. ഇതൊക്കെ ചെവിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ഡൊണസ്ക് പ്രവിശ്യയിലെയും ലൂഹാൻസ് പ്രവിശ്യയിലെയും കുറച്ച് ഭാഗങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ വംശജരായ ആളുകളുണ്ട്, നിങ്ങൾക്കതങ്ങ് എടുക്കാം, ഞാൻ സെലൻസ്കിയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നൊക്കെ പറയേണ്ടതിന് പകരം ട്രംപിന്റെ കാർക്കശ്യം ലോകത്തോടായി പ്രകടിപ്പിക്കുകയാണ്. ഞാൻ അഗ്രസീവാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ശരിയായ ധൈര്യമുള്ളവന് ഞാൻ അഗ്രസീവാണ് എന്ന് വാക്കുകളിലൂടെ പറയേണ്ടതില്ല, പ്രവർത്തിച്ച് കാണിച്ചാൽ മതിയാകും. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ വിരട്ടേൽക്കും. അത് ആഭ്യന്തരമായി തീർച്ചയായും അമേരിക്കയ്ക്കുള്ളിൽ ഈ വിരട്ടേൽക്കും. അത് മാത്രമല്ല ട്രംപിന് മാൻഡേറ്റ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ തന്നെയാണ് ജനം ട്രംപിന് വോട്ട് ചെയ്തത്. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇന്റർനാഷണൽ പോളിറ്റിക്സ് ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം. അവിടെ ഡീഡോളറൈസേഷന് വേണ്ടി ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ എനിക്കതിനകത്തൊരു 50-50 ഒപ്പീനിയനാണുള്ളത്. ഇന്ത്യൻ റുപ്പി കംപ്ലീറ്റ് തകർന്നു പോകുമോ, താൽക്കാലിക തകർച്ചയ്ക്ക് ശേഷം ഡോളറിന്റെ ഒരു മേധാവിത്വത്തെ ആത്യന്തികമായി ചെറുക്കേണ്ട ആവശ്യം ഒരുപക്ഷെ ബ്രിക്സിന്റെ ശക്തിപ്പെടലിലൂടെ ചൈനയുമായി കുറച്ചൊക്കെ കാര്യങ്ങൾ സഹകരിച്ച് കൂടുതൽ സഹകരണത്തിന്റെ മേഖലകൾ ഭാരതം തേടുകയാണെങ്കിൽ അങ്ങനെ തേടുന്നില്ലേ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ജയശങ്കറിന്റെ ഒക്കെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെ, അപ്പൊ മാറി ചിന്തിക്കേണ്ടത് നമ്മൾ ഒരൊറ്റ ഡോണ്ട് പുട്ട് ഓൾ ദി എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയി ഓയിൽ പർച്ചേസിന്റെ കാര്യത്തിലാകട്ടെ, ഡിഫൻസ് പർച്ചേസിന്റെ കാര്യത്തിലാകട്ടെ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയി ഇന്ത്യ ചിന്തിക്കേണ്ട കാലമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ വിൻസൻ, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പക്ഷേ ചില എടുത്തുചാട്ടങ്ങളിലേക്ക് പോകുന്നത് അതിന് വലിയ വില നൽകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാധ്യത നമുക്ക് പൂർണ്ണമായും അങ്ങ് തള്ളിക്കളയാൻ സാധിക്കുമോ? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, പഴയതുപോലുള്ള വലിയേറ്റ മനോഭാവമൊന്നും മറ്റു രാഷ്ട്രങ്ങളും അമേരിക്കയ്ക്ക് നൽകുന്നില്ല എന്നതും വസ്തുതയാണല്ലോ. അല്ല, ഈ പുടിന്റെ കാര്യം നമ്മളിപ്പം പുടിന്റെ വീക്ക്നെസ് ഓൾറെഡി കണ്ടു. ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പോലും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറി ഉണ്ടാക്കാൻ പുടിന് പറ്റുന്നില്ല. ഈ പുടിന്റെ സ്ട്രെങ്ത് അത് ശരിയാണ്, 24 മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞതാണ് അദ്ദേഹം. അങ്ങനെയാണ് ആരംഭിച്ചത്. ഈ പുടിന്റെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺ ആണ് ഈ സ്ട്രെങ്ത്. ദാറ്റ്സ് ഓൾ ഹി ഹാസ്. മിലിറ്ററീസ് they are not really happy about what Putin is doing. So ഈ പുടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്
Trump is trying to become the person coming from a position of strength. അതിനാണ് പുള്ളി ഈ ഒച്ചമ്പഹളം ഉണ്ടാക്കുന്നത് ആദ്യം. Then he will be able to negotiate it better. അതാണ് പുള്ളിയുടെ ബിസിനസ് സ്റ്റൈൽ. പുള്ളി റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ആയതെല്ലാം ഈ ഒരു സ്റ്റൈൽ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പൊ ഈ പുട്ടിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ദേ ഹാവ് വെപ്പൺസ് ബട്ട് ദേ ഡോണ്ട് ഹാവ് പീപ്പിൾ. അതുകൊണ്ടാണ് നോർത്ത് കൊറിയയിൽ നിന്ന് പീപ്പിളിനെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്. ഈ വാറിന് പോകാൻ ആള് വേണ്ടേ? കേരളത്തിൽ നിന്നും പോയി. ഇറ്റ്സ് എ കാൽക്കുലേറ്റഡ് മൂവ് ഈ പുട്ടിന്റെ സംഭവം നമ്മൾ പറയുന്നത്. ശരി. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ട്രംപിന്റെ സ്റ്റൈലിലെ ഒരു പാർട്ടാണ് ഈ ആദ്യം ഉണ്ടാക്കുന്ന ഈ ഒച്ചയമ്പഹളം എന്നുള്ളതാണ്. അല്ലാതെ അതൊരു അപ്പം അത് അമേരിക്കയിൽ തന്നെ പലരും അത് അംഗീകരിച്ചു കഴിഞ്ഞു. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഒരു രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അതുപോലെ തന്നെ ലോകത്തെല്ലാവരും ഇപ്പം പുട്ടിനാണെങ്കിലും സാധാരണ ഒരു ലീഡർ പറഞ്ഞാൽ തോന്നുന്നൊരു ദേഷ്യം പുട്ടിന് തോന്നാത്ത രീതിയിലാണ് എല്ലാവരും ഇപ്പൊ ട്രംപിനെ കാണുന്നത്. ട്രംപ് ഇങ്ങനെ ഒച്ചയമ്പഹളം ഉണ്ടാക്കും, പക്ഷെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും റെഡി ടു നെഗോഷിയേറ്റ്. എന്തായാലും താങ്കളൊരു ട്രംപ് അനുഭാവി എന്നതിനപ്പുറത്ത് കുറച്ചുകൂടി വസ്തുതാപരമായി കൂടിയാണ് പറഞ്ഞത് എന്ന് പാനലിൽ തന്നെയുള്ള അജിത് സാർ പറഞ്ഞതുകൊണ്ട് വലിയ സന്തോഷം. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാണ്. എന്തായാലും ട്രംപ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോകക്രമത്തിലടക്കം എന്ത് മാറ്റം വരും, അത് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ ഇതേ വിഷയം നമുക്ക് വീണ്ടും ഇതേ പാനലിസ്റ്റുകളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.